So there are, as discussed in the previous session, hormones which interact with membrane-bound receptors generate secondary messengers. Hormones which interact with intracellular messengers mainly regulate gene expression. അതായത് ഈ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഹോർമോൺ ബൈൻഡ് ചെയ്യുന്നത് സെല്ലിന്റെ അകത്തുള്ള ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിലാണ്. അപ്പൊ ന്യൂക്ലിയസ് ആണല്ലോ ജീൻ എക്സ്പ്രഷനും ക്രോമോസോമൽ ഫംഗ്ഷനും അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ they bind mainly especially to the nuclear receptors. Now cumulative biochemical actions which may result in physiological and developmental effects. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് as a result of the binding of this hormone to this membrane bound and intracellular receptors, this may result in biochemical actions in the cell and it may cause physiological and developmental effects. So this is the diagrammatic representation of the mechanism of hormone action, especially in the case of protein hormone. ഇവിടെ ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് പ്രോട്ടീൻ ഹോർമോണിന്റെ ആക്ഷൻ ആണ്. അപ്പോൾ ദിസ് ഇസ് ദ ഹോർമോൺ എക്സാമ്പിൾ ഫോർ ദ പ്രോട്ടീൻ ഹോർമോൺ ഹിയർ ഡെമോൺസ്ട്രേറ്റഡ് ഈസ് FSH. FSH എന്ന് പറയുമ്പോൾ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വരുന്ന ഹോർമോൺ ആണ് FSH. Okay, and the hormone FSH, follicle stimulating hormone, this may bind. Appo protein hormone the main action endana? Mainly they bind to the receptors which are present on the cell membrane. സെല്ലിന്റെ അകത്ത് കിടക്കില്ല ഈ ഹോർമോൺ, സെല്ലിന്റെ പുറത്തുള്ള സെൽ മെംബ്രെയിനിലാണ്, അവിടെയാണ് റിസപ്റ്റർ ഉള്ളത്. ആ റിസപ്റ്ററിലാണ് ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, so in this case receptors are present within the cell membrane. This cell membrane aanu, this one is receptor. So hormone directly bind with this receptor and it may result in the formation of hormone receptor complex. appo idu edu cellinte cell membrane aanu? Ovarian cell membrane. adayathu follicle stimulating hormone females inde ovary ilana action. appo ഇത് ഓവേറിയൻ സെൽ മെംബ്രെയിൻ, ഓവറിയുടെ സെൽ മെംബ്രെയിനിലാണ് ഈ റിസപ്റ്റർ കാണുന്നത്. അപ്പൊ അവിടെയാണ് ഈ ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ ദിസ് മേ കോസസ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പോൾ ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഇറ്റ് മേ സ്റ്റിമുലേറ്റ് എ റെസ്പോൺസ്. അതിന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് എൻട്രിങ് ദ ഹോർമോൺ ഇൻസൈഡ് ദ സെൽ, ഇറ്റ് ജനറേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് സെക്കൻഡറി മെസ്സഞ്ചർ. ഇവിടെ സെക്കൻഡറി മെസ്സഞ്ചർ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് സൈക്ലിക് AMP ഓർ കാൽഷ്യം. ആൻഡ് ദിസ് മേ ഇനിഷ്യേറ്റ്സ് ബയോകെമിക്കൽ റെസ്പോൺസ് ഇൻസൈഡ് ദ സെൽ. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ബയോകെമിക്കൽ ഇഫക്റ്റ് ഇറ്റ് മേ കോസ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ ഓവേറിയൻ ഗ്രോത്ത്. ഈ ഓവറിയുടെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഹോർമോണിന്റെ ആക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഹോർമോൺ പ്രോട്ടീൻ ഹോർമോൺ ആയതുകൊണ്ട് ദിസ് മേ bind to the cell membrane. These are the membrane bound receptors. Next is the diagrammatic representation of another hormone, steroid hormone. This steroid hormone enganeyanu? The receptors are present inside the target cell. ഏത് സെല്ലിനെയാണോ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഹോർമോൺ അതിന്റെ അകത്താണ് ഇവിടെ റിസപ്റ്റർ കാണുന്നത്. അപ്പോൾ ഹോർമോൺ എപ്പോഴും റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നത്. സോ ഹിയർ the receptor is not present in the cell membrane. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് റിസപ്റ്റർ ആണ്? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. ദാറ്റ് ഈസ് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻസൈഡ് ദ ടാർഗറ്റ് ടിഷ്യൂ. അപ്പോൾ ഇത് എക്സാമ്പിൾ ഫോർ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺ ഈസ് ഈസ്ട്രജൻ. സോ ദിസ് ഈസ്ട്രജന്റെ മെയിൻ ആക്ഷൻ ഫീമെയിൽസിന്റെ യൂട്രസിലാണ് അല്ലെ. അപ്പോൾ യൂട്രൈൻ സെൽ മെംബ്രെയിന്റെ പിക്ചർ ആണിത്. സോ ദിസ് ഹോർമോൺ ഈസ്ട്രജൻ ഡയറക്ട്ലി എൻറ്റർ ഇൻസൈഡ് ദ inside through this uterine cell membrane and this may bind with the what? Receptor. ഇവിടെയാണ് റിസപ്റ്റർ ഉള്ളത്. Okay, so this hormone estrogen directly enter into the cell target tissue, then it may bind with the receptor present inside the cell and it may forms hormone receptor complex. അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് സെല്ലിന്റെ അകത്താണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഹാപ്പൻസ്? അപ്പൊ എവിടെയാണ് ഈ റിസപ്റ്റർ ഉള്ളത്?
within the nucleus. ന്യൂക്ലിയസിന്റെ അകത്താണ് ഈ റിസപ്റ്റർ കാണുന്നത്. അതുകൊണ്ടാണ് ന്യൂക്ലിയർ റിസപ്റ്റർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇതിന് ജീൻ എക്സ്പ്രഷൻ, ക്രോമോസോം ഫംഗ്ഷൻ ഒക്കെയാണ് മെയിൻ ആക്ഷൻ. ഇപ്പൊ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്തു, and this have main action on the genome, and as a result it produces, ഈ ജീനോമിനെ ആക്ട് ചെയ്തിട്ട് അവിടെ RNA സിന്തസിസ് നടക്കും, ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് it may result in the formation of mRNA. ഈ mRNAയുടെ ആക്ഷൻ കൊണ്ട് this may result the formation of proteins. അവിടെ യൂട്രസിന്റെ അകത്ത് പ്രോട്ടീൻസ് ഫോം ചെയ്യും. എന്നിട്ട് this may cause physiological response. എന്താണ് ഇവിടെ ഫിസിയോളജിക്കൽ റെസ്പോൺസ്? ഈ പ്രോട്ടീൻസ് കൊണ്ട് ഫോം ചെയ്ത പ്രോട്ടീൻസ് കൊണ്ട് എന്ത് അവിടെ ഡെവലപ്പ് ആവും? ടിഷ്യൂ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ദ യൂട്രസ്. അവിടെ ടിഷ്യൂ ഗ്രോത്തും അതുപോലെ തന്നെ ഡിഫറൻസിയേഷനും നടക്കും. സോ ദിസ് ഇസ് ദ ആക്ഷൻ ഓഫ് ദ ഹോർമോൺ സ്റ്റിറോയിഡ്. സ്റ്റിറോയിഡ് ഹോർമോണിന്റെ ആക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് മേ ബൈൻഡ് വിത്ത് ദ റിസപ്റ്റർ വിച്ച് ആർ പ്രസന്റ് ഇൻസൈഡ് ദ സെൽ. ദ റിസപ്റ്റർ ഹിയർ ഈസ് ഇൻട്രാസെല്ലുലർ. Okay, so that's all about the chemical integration and coordination. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഹോർമോൺസിന്റെ ചാപ്റ്റർ. ഹോർമോണിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറഞ്ഞത്. ഹോർമോൺസ് ഡയറക്ട്ലി ഇറ്റ് മേ കോസ് ഇഫക്ട് ഓൺ ദ ടാർഗറ്റ് ടിഷ്യൂ ബൈ ബൈൻഡിങ് വിത്ത് റിസപ്റ്റർ. റിസപ്റ്ററിനെ ഇത് ബൈൻഡ് ചെയ്തിട്ടാണ് ആക്ഷൻ കോസ് ചെയ്യുന്നത്. ആ ഒരു ടാർഗറ്റ് ടിഷ്യൂവിന്റെ റിസപ്റ്ററിനായിട്ടാണ് ബൈൻഡ് ചെയ്യുക. അപ്പോൾ റിസപ്റ്റേഴ്സ് ചിലപ്പോൾ സെൽ മെംബ്രെയിനിൽ കാണാം. അതാണ് സെൽ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്. ഇഫ് ദ റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻസൈഡ് ദ സെൽ ദേ ആർ കോൾഡ് ഇൻട്രാസെല്ലുലർ റിസപ്റ്റേഴ്സ്. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ഫോർ ദ ഹോർമോൺസ് ഹാവിംഗ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്, പെപ്റ്റൈഡ് ഹോർമോൺ. എക്സാമ്പിൾ ഫോർ ദ ഹോർമോൺസ് വിച്ച് ഹാവിംഗ് ഇൻട്രാസെല്ലുലർ റിസപ്റ്റേഴ്സ് ആർ സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഡിഫറെന്റ് ഹോർമോൺസ് വെച്ചിട്ട് മോഡ് ഓഫ് ആക്ഷൻ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു ഓൾ.